ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു കേക്കാണ്. കേക്കിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചേക്കുന്നത് ഞങ്ങൾ ഇവിടെ തൊട്ടപ്പുറത്തൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. യൂണിബിക്കിൻ്റെ മിൽക്ക് കുക്കീസിൻ്റെ ഒരു 3 കവറ് കുക്കീസ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചെറുതാക്കി പൊടിച്ച് തരിയില്ലാണ്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പോളം മൈദ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കപ്പിന് അളവിനാണ് നമ്മൾ മൈദ എടുത്തു വെച്ചത്. പിന്നെ 1 കപ്പ് പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സ്പൂൺ അളവിന് ഒരു 1/2 സ്പൂൺ ഈസ്റ്റ് കലക്കി എടുത്തു വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ കലക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്ക് എടുത്തു വെച്ചേക്കുന്ന ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ആദ്യം നമ്മൾ മൈദ എടുത്ത് വെച്ചേക്കുന്നതിനകത്തേക്ക് ഈസ്റ്റ് കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പാല് കുറേശ്ശെ എടുത്ത് ഒരു ബാറ്ററിൻ്റെ രൂപത്തിൽ ആക്കിയെടുക്കണം. ഈ കൂട്ട് നമുക്ക് കുറച്ച് പാൽ ആദ്യം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈസ്റ്റ് ഇട്ടേക്കണ കാരണം നമുക്കൊരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാനുണ്ട്. അപ്പം നമുക്ക് 1/2 മണിക്കൂർ ഇത് അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ മാവ് ഏകദേശം ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ബാറ്റർ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഞാൻ സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് നെയ്യ് നമുക്ക് പുരട്ടി സൈഡിലൊക്കെ പുരട്ടിയിട്ട് ഈ ബാറ്റർ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളൊരു പാത്രം വെച്ച് അടുപ്പിൽ വെച്ച് ചെറു തീയിൽ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ ചെറു തീയിൽ ഇത് വേവിച്ചെടുക്കാം നമുക്ക്. ഞാനങ്ങനെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എയർ ബബിൾസ് പോകാൻ വേണ്ടി. ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പഞ്ചസാരയുടെ പൊടി വിതറി കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് സ്പ്രിങ്കിൾ ചെയ്തിട്ടതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് ഇത് മാത്രം വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കി നോക്കുവാണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുപ്പ് കത്തിച്ച് നമ്മുടെ ചെറു തീയിൽ വേണം. അതിനകത്തേക്ക് ഒരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ആ പാത്രം ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. നമ്മൾ ഓവനിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ പാത്രം കൂടി ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അതിന് നമ്മൾ ചെറു തീയിൽ, ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇത് ഇച്ചിരി ഇരുമ്പ് കട്ടി കൂടിയ ഒരു പാത്രമാണ്. ഇരുമ്പിൻ്റെ ഇതുള്ള പാത്രമാണ്, കട്ടി പോലത്തെ പാത്രമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അതിനകത്തൊരു ചെറിയ പാത്രം വെച്ചിട്ട് നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം ആദ്യം. എന്നിട്ട് വേണം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ പാത്രം വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാറ്ററും വെച്ചു. നമ്മൾ അതിൻ്റെ മുകളിലൊരു പാത്രം വെച്ച് അടച്ചു. ഇനി നമുക്കിതൊന്ന് അടച്ച് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്ന് തുറന്ന് നോക്കാം. ലോ സിമ്മിലാണ് വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് നമ്മുടെ. നമ്മളിന്ന് ചെറിയ രീതിയിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയത് കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഞാനിപ്പോൾ ചൂടോടുകൂടി നമ്മുടെ പാത്രത്തിൽ നിന്ന് താഴത്തേക്ക് എടുത്ത് വെച്ചതാണ്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ചൂടുണ്ട്, നമുക്കത് ചൂടാറി കഴിഞ്ഞിട്ടൊന്ന് മുറിച്ച് നോക്കാം. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക്. വേണമെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് അറേഞ്ച്മെൻറ്റ്സ്, കുറച്ച് ഐസിങ് ക്രീം വെച്ചിട്ടൊന്ന് അലങ്കരിക്കാം. വിപ്പിംഗ് ക്രീം വാങ്ങിച്ചിട്ട് നമുക്കൊന്ന് കേക്കിൻ്റെ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇത് നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയത്. കുറച്ച് പാലുണ്ട്, കുറച്ച് മൈദ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ.
പിള്ളേർക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഒരു 20 മിനിറ്റ് നമ്മൾ അടുപ്പിൽ ഇതേപോലെ വേവിച്ചെടുത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം, അതിൻ്റെ ഫീഡ്ബാക്ക് പറയണം. എല്ലാവരും ഇത് ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.